എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് പൊഴിക്കര എന്ന് പറയുന്നൊരു പരവൂരിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അവിടെ വന്നതെന്ന് പറഞ്ഞാൽ ബീച്ചിൽ വന്നതാണ്. ബീച്ചിൽ വന്നപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ മീൻ പിടിക്കുന്ന കണ്ടായിരുന്നു. അത് ചൂണ്ടയിട്ട് ഈ പാറയുടെ ഇടയ്ക്ക് ഇരുന്നിട്ട് പാറയുടെ മുകളിലൊക്കെ ഇരുന്നിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോൾ ആ കാഴ്ച ഒന്ന് നേരിൽ കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ദാണ്ട ബീച്ചിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇത് അവര് മീൻ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ആ സ്ഥലത്ത് ഇതുകൊണ്ട് അവിടെ. അപ്പം നമുക്ക് അവിടെ പോകണം. അവിടെ പോകണമെങ്കിൽ ദാണ്ട് ഇങ്ങനെ കയറിയിട്ട് കുറച്ച് അപ്പുറത്തോട്ടാ നമുക്ക് പോവാം. ബാ അത് കുട്ടി നമുക്ക് മീൻ പിടിക്കുന്നത് കാണാം. കമാ ബാബാ ഓടിവാ 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 ഓടി വന്നേ. അയ്യോ 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 നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു അടിപൊളി ഒരു ബീച്ചാട്ടോ. കുറേ ഏരിയകളുണ്ട് ഇവിടെ കുളിക്കാനും ഒക്കെ ആയിട്ട്. കുളിക്കാൻ മീൻസ് സ്വിമ്മ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഡിപ്പ് എടുത്തിട്ട് പോയി സൺ ബേത്തിങ് ഒക്കെ ചെയ്യാൻ. ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ്, പക്ഷെ ഒരുപാട് കാണത്തില്ല, സ്വദേശികളാണ്. നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. എന്ത് രസമാണ്, അടിപൊളി. രണ്ട് ചേട്ടന്മാർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുത്തി എടുക്കുന്നു, എന്തുവാണെന്ന് അറിയത്തില്ല. ഓഹ് എന്ത് നല്ല പ്രകൃതി ഭംഗി, സൂപ്പർ അടിപൊളി, ഒരു രക്ഷയില്ല. അതോ വെള്ളം ഇറങ്ങുന്നൊക്കെ ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ അടുത്ത് കിടന്നിട്ട് നമ്മളിത് ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ വീണയും കൊച്ചുങ്ങളൊക്കെ ഇപ്പോഴാദ്യമായിട്ടാണ് എൻ്റെ കൂടെ വരുന്നത്. നോക്കെ വെള്ളം അങ്ങോട്ട് ഇറങ്ങി കടലിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും മീൻ പിടിച്ച് എല്ലാം സെറ്റാക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന മീനിൻ്റെ പേരാണ് കടന്തമുള്ളി. ഒന്ന് ഓർത്ത് വെച്ചോ, കടന്തമുള്ളി. അപ്പോൾ ഇത് സംഭവം ഈ മീൻ പിടിക്കുന്നവരെല്ലാം ഒരു ഫേവറേറ്റ് സ്പോട്ട് ഈ മീൻ കാരണമാണ് ആവുന്നത്. കാരണം ഈ മീനെ അടിക്കാനായിട്ട്, അതായത് തിന്നാനായിട്ട് ഈ ചെമ്പല്ലിക്കോര, അഴുക, അതേപോലെ വലിയ വലിയ സ്രാവ് ഇതെല്ലാം ഇവിടെ വരും. അപ്പം ഇവന്മാരെ പിടിക്കാനായിട്ട് ഇവിടെ വരുമ്പോഴാണ് നമ്മളെ ചേട്ടന്മാർ ഇവിടെ ചൂണ്ടയായിട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഐഡിയ? അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ കരിമീൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ കരിമീൻ്റെ കുറേ ഘോഷയാത്ര തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഞങ്ങളപ്പം ഈ കരയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പുറം സൈഡിലോട്ട് പോകുക. അപ്പം ഇവിടെ വലിയ മീൻപിടുത്തക്കാരല്ല, അവരുടെ കാര്യങ്ങൾ മീൻ പിടിക്കാൻ അറിയാത്തവരെന്നല്ല പറയുന്നത്. പക്ഷേ 3 പേരെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ട്. അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നത് 3-4 പേര്. പക്ഷേ അവരുടെ ലൂറ് അവിടെ പാറക്കിടക്ക് സ്റ്റക്കായിട്ട് അവരതിൻ്റെ വിഷമത്തിൽ ഇരിക്കുന്ന കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് നമുക്ക് അക്കരയ്ക്ക് പോകാം. എൻ്റെ പൊന്നു മച്ചാന്മാരെ, അക്കരയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞൊരു വലിയ ചടങ്ങായി. നമ്മളിപ്പം വണ്ടിയിൽ കയറിയിട്ട് ഇനിയിപ്പോൾ തിരിച്ച് ഈ റോഡിൽ കൂടെ പോയി ഈ ഒരു ഇടുങ്ങിയ പാലമാണ് ഇവിടെ. ഈ ഇടുങ്ങിയ പാലം എന്ന് പറഞ്ഞാൽ പണ്ട് ഇവന്മാരാരും ഈ അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല പാലം ഉണ്ടാക്കുന്നത്. അന്ന് ഒരു പാലം വേണമെന്ന് പറഞ്ഞിട്ടൊരു പാലം അങ്ങ് ഉണ്ടാക്കി, അത് ആർക്കും ഉപകാരപ്പെടാതായിരിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് വരണമെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യണം. നമ്മളെ ഈ വണ്ടികളെല്ലാം പോയതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താണ്ട് ഇതിൻ്റെ വലത്തെ സൈഡിലാണ് നമ്മൾ നിന്ന്. ഇനി അടുത്ത സൈഡിലോട്ട് പോകാൻ ഇത്രയും കറങ്ങി നമുക്ക് വരേണ്ടത്. കറങ്ങി വരുന്ന കുറച്ച് ദൂരമാണ്, ഒരു 1/4 കിലോമീറ്ററോളം നമുക്ക് പോകണം. അപ്പം എന്ത് പ്രകൃതി ഭംഗിയാണ്. ഓ സൂപ്പർ, നല്ല ഗ്രീൻ വാട്ടേഴ്സ്, അടിപൊളിയാണ് ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേ ചെന്നിട്ട് ഇനി ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ അമ്പലം നമുക്കിപ്പോൾ കാണാൻ പറ്റും. ആ അമ്പലം ഇതാണ് അമ്പലം. ഈ അമ്പലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിലാണ് ഈ നമ്മൾ മുമ്പേ കണ്ട ആ കായലിൻ്റെ ഇടത്തെ സൈഡ്. ഒരല്പം ദൂരമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇന്ന് പോയി അവിടെ മീൻ പിടുത്തമുണ്ടോ എന്ന് നോക്കാൻ പോവാം. വന്നിറങ്ങിയപ്പോഴത്തേക്ക് അടിപൊളി ഒരു സൺസെറ്റ്, നല്ല രസമുണ്ട്, ഒരു കിടുക്കാച്ചി. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ 2 അണ്ണന്മാർ അവിടെ നിന്ന് വല വീശുന്നത്. പക്ഷേ അണ്ണൻ ഭയങ്കര ഉടായിപ്പ്. അണ്ണൻ വല വീശുന്നത് പറ്റിച്ചളഞ്ഞു. അണ്ണൻ വല വീശില്ല. എനിക്കൊന്ന് അണ്ണൻ വല വീശാൻ പഠിക്കുവാണെന്ന് തോന്നുന്നു. പ്രാക്ടീസ് മേക്സ് എ മാൻ ബെറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യുവാന്ന് തോന്നുന്നു പുള്ളി. അപ്പോൾ ഇവിടെ വന്ന് എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ, കുറേ ഏറെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അക്കരയിലാണ് നിന്ന്, നമ്മളിപ്പോൾ ഇക്കരയിൽ വന്നു. ഇഷ്ടം പോലെ പേരിരിക്കുന്നു. അപ്പോൾ ഇത് പിടിച്ചതൊന്നുമല്ല, ഇതല്ല മേടിക്കാൻ കിട്ടുന്നത്. ഇത് കോരുവലയെ കയറുന്ന മേടിക്കാൻ കിട്ടുന്നത് മീൻ പിടിക്കാൻ സൂപ്പർ സാധനമായത്. നമ്മളിവിടെ വന്നപ്പോഴും നല്ല കുറേ കാഴ്ചകളുണ്ട്. അതായത് ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇവിടെ മീൻ പിടിക്കാൻ വരുന്നത്. അതായത് ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് വലിയ ചൂണ്ടയും അതേ കണക്ക് ലൂറും, മുമ്പേ പറഞ്ഞില്ലേ 2 പേര് അവിടെ തപ്പിക്കൊണ്ടിരുന്നത്. അതിന് ഒരു ലൂറിനെ കണ്ട് 800 രൂപയാണെന്നാണ് പറയുന്നത്. പിന്നെ മുമ്പേ നമ്മൾ കൊഞ്ചിനെ കണ്ടില്ലേ, ലൈവ് കൊഞ്ച്. ആ കൊഞ്ച് ഇട്ട് പിടിക്കുന്നവരുമുണ്ട്. അപ്പം നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് വരുന്നവരുമുണ്ട്, അതായത് സമയം പോക്കിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. ഇനി നിങ്ങളൊരു ഫിഷിംഗ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ പൊഴിക്കര, പരവൂർ വന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് പൊഴിക്കര വരണം. പൊഴിക്കര ബീച്ചിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം. അപ്പോൾ കുറേയേറെ പേർക്ക് മീനൊക്കെ കിട്ടി, നല്ല അടിപൊളി മീൻ പിടുത്തമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇനി അധികം നിൽക്കാൻ സമയവും ഇല്ല. അപ്പോൾ എന്താ പറയുന്നത്, രാത്രിയായി, നേരെ ഇരുട്ടാറായതുണ്ട്. പിന്നെ അത് തന്നെയല്ല മഴ പൊടിക്കുകയുണ്ട്.
അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം. അപ്പം ഇത് വീഡിയോസ് കാണുന്ന ഒട്ടേറെ പേരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ശരി, അപ്പം ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.